ദാസേട്ട ഇപ്പം ദാസേട്ടൻ ഒരു മോളാണല്ലോ. അതെ അതെ. ദാസേട്ടന്റെ മോള് കുറച്ച് വലുതായതിനു ശേഷം ഇത്തരത്തിലൊരു റീലിലേക്ക് ഇങ്ങനെ ഒരു റൊമാൻറ്റിക് രംഗങ്ങളും എല്ലാം ഉൾപ്പെട്ടുള്ള റീലിലേക്ക് വരികയാണെങ്കിൽ ദാസേട്ടൻ അതിനോട് ഏത് രീതിയിലാണ്? അവരിഷ്ടം. ഇൻ കേസ് അത് കുട്ടികളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അത് വൈഫ് ആണെങ്കിലോ, വൈഫിന് ഇതേപോലെ റീൽ ചെയ്യാൻ താല്പര്യമുണ്ട്, ചെയ്യാലോ. ദാസേട്ടനോടൊപ്പം അല്ല വേറെ ചെയ്യാലോ. അവളെ ഇഷ്ടം, വൈഫിന് ഇഷ്ടം. അത് ഇങ്ങനെ പറയാൻ അതിനെന്താണ് വൈഫിന് ഇഷ്ടം? ഓരോ ഇൻഡിവിജ്വൽ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം കൊടുക്കുന്ന ആളെ. വൈഫിന് ഇഷ്ടം റീൽ ചെയ്യുകയാണെങ്കിൽ, മോളെ ഇഷ്ടം റീൽ ചെയ്യുകയാണെങ്കിൽ അത് അവരെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ ഒരിക്കലും പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഇല്ലേ, അതിനെ കീപ്പ് ചെയ്യുന്ന ആളെ ഞാൻ. എൻ്റെ വൈഫിനെ അഭിനയിക്കാൻ താല്പര്യം അഭിനയിക്കുക, അത് അവളെ താല്പര്യം. മോളെ അഭിനയിക്കണം മോളെ താല്പര്യം, ഞാൻ അഭിനയിക്കുന്ന എൻ്റെ താല്പര്യം. എല്ലാവർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. ഒരാളെ നമ്മൾ ഇടപെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ഭൂമിയിൽ ഒറ്റയ്ക്ക് ജനിച്ചു, ഒറ്റയ്ക്ക് തിരിച്ചു പോകും അല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് വന്ന കുറേ ആൾക്കാരാണ് ഭാര്യ, മക്കള്, കുട്ടികൾ, ബന്ധങ്ങളൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് പോകണ്ടേ. അപ്പോൾ ഒരാൾ ചെയ്യരുത് ഒരാൾ ചെയ്യരുത് ഞാൻ ഒരിക്കലും പറയില്ല. അവനവന് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. അതന്നെ എൻ്റെ വൈഫ് എന്നോട് പറയുന്നത്. ദാസറിന് തീരുമാനം എടുക്കാൻ അധികാരമുണ്ട്, ദാസറിന് അഭിനയിക്കാൻ അധികാരമുണ്ട്, അതിന് മുന്നോട്ട് പോവുക. അത്രേ ഉള്ളൂ. അവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വ പ്രാധാന്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു വിഷയം വരില്ല. നമ്മൾ താന്നിട്ടാണ് നമ്മൾ പൊന്തിയിട്ടാണെന്ന് ചിന്തിക്കുമ്പോൾ വിഷയങ്ങൾ വരിക. ഒരു കുഴപ്പമില്ല. നടു റോട്ടിൽ ഒരു വീഡിയോ രേണുസുധിയുടെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നടു റോഡൊന്നല്ല, റോഡിന്റെ സൈഡിൽ നിന്ന് ഞങ്ങളൊരു ആൽബമാണ് ഞങ്ങൾ രണ്ടുപേരും. അത് വ്യക്തമായിട്ട് ഞങ്ങള് ഒരു റൊമാൻറ്റിക് ആയ രണ്ടാൾക്കാർ റോഡിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് എത്രയോ സിനിമകൾ ചെയ്തിട്ടില്ലേ. എത്രയോ സിനിമകളിൽ റൊമാൻറ്റിക് കപ്പിൾസ്, വന്ദനം സിനിമ ഉണ്ടല്ലോ ലാലേട്ടൻ്റെ ഒക്കെ, റോഡിന് ലാലേട്ടനെ ഓടുന്നേ കണ്ടില്ലേ നായികൾപ്പം. ഞങ്ങള് കൃത്യമായിട്ട് തീരുമാനം എടുത്ത് റോഡിന്റെ സൈഡിൽ കൂടെ അവള് നടക്കുമ്പോൾ അവളെ പിറകിൽ ഞാനൊരു എന്താ പറയാ ഒരു കോമഡി കഥാപാത്രം പിറകെ പോകുന്ന. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ രണ്ടാൾക്കാർ ബൈക്കിൽ വന്ന് ഞങ്ങളോട് പറയണം എന്തുവാണ് അവിടെ കാണിക്കുന്നത്. അതാണ് ക്രിയേറ്റ് ചെയ്തത്. അത് ഓരോരുത്തർ റോട്ടിൽ നിന്നിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ മൊബൈലിലൊക്കെ എടുക്കുമല്ലോ, അവരെടുത്ത് എവിടെയോ കൊണ്ടിട്ട് ദാസേട്ടൻ രേണുസുധികൾ റോഡ് ബ്ലോക്ക് ആക്കുന്നത്. അത് കുറെ ആൾക്കാർ വിശ്വസിച്ചു, എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ വിശ്വസിച്ചു പോയി. എന്നെ മാതൃഭൂമിയിൽ നിന്ന് കേരള മുന്നിലേക്ക് എന്നെ വിളിച്ചിരുന്നു, എന്താണോ സംഭവിച്ചത്. ഞാൻ ഇങ്ങനെ സംഭവിച്ചു, അതാണോ സംഗതി, എന്നാ ശരി ഓക്കെ. അങ്ങനെ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ അല്ലേ, എന്തും എങ്ങനെ എവിടെ എങ്ങനെ എഴുതി പിടിപ്പിക്കുക, അതിന്റെ ഉദാഹരണമാണത്. അല്ലാതെ റോഡ് ബ്ലോക്ക് ആയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. രാവിലെ 7 മണിക്കാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ വെറുതെ ആൾക്കാർ ഇങ്ങനെ പെടപ്പിച്ച് വിടുക റീച്ചിന് വേണ്ടിയിട്ട്. ദാസേട്ടൻ ഇനി മുന്നോട്ടുള്ള ഒരു പ്ലാൻ എന്താ? ദാസേട്ടൻ്റെ ഒരു അംബീഷൻ എന്താ? എൻ്റെ അംബീഷൻ ഞാൻ പറഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനാണ്, KSCB സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യാണ്. ജോലി സംബന്ധമായി എനിക്കൊരു കുറേ സഹപ്രവർത്തകരെല്ലാം സപ്പോർട്ട് എനിക്ക്. അപ്പം ഇത്രയും ആയ സ്ഥിതിക്ക്, കുറച്ച് സിനിമകൾ അഭിനയിച്ച സ്ഥിതിക്ക് നല്ലൊരു മെച്ചപ്പെട്ട കഥാപാത്രം കുറച്ച് സിനിമകൾ ചെയ്യുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ വലിയ സൂപ്പർ സ്റ്റാർ ആവണം, ഓസ്കാർ കിട്ടണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. കുറച്ച് നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമകളിൽ ചെയ്യുക. ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദാസേട്ടൻ എന്ന് പറഞ്ഞിട്ട് ആക്ടർ ദാസേട്ടൻ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ ദാസേട്ടൻ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതെന്റെ ലക്ഷ്യം. ഇതുവരെ ദാസേട്ടൻ ഒരുപാട് സിനിമയൊക്കെ കാണുന്ന, അതെ അതെ, ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ എത്ര നന്നായിട്ടാണ് ചെയ്തിട്ടില്ല, ആ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? മറ്റേ അമ്പാന്റെ ക്യാരക്ടർ കിട്ടിയ നന്നായിരുന്നു. ഭയങ്കര അഹങ്കാരമൊന്നും എനിക്കറിയില്ല. എന്റെ നല്ല സജിൻ ഗോപു എന്റെ നല്ലൊരു സുഹൃത്താണ്, ഷജിൻ ഗോപു. ഞങ്ങൾ തമ്മിൽ കുറേ ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഷജിൻ ഗോപു ഈ രോമാഞ്ചം സിനിമ തുടങ്ങുന്നതിന് മുമ്പേ പുള്ളി എനിക്കറിയാം. ഞങ്ങളെ ചാറ്റ് ഇപ്പോഴും എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. ചേട്ടാ സപ്പോർട്ടൊക്കെ വേണം ചേട്ടാ, രോമാഞ്ചം ഇറങ്ങിയ സമയത്ത്. അന്ന് ഞാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂടിയാണല്ലോ, പ്രൊമോഷൻ നമ്മൾ ചെയ്യാറുണ്ട്. ചേട്ടൻ്റെ സപ്പോർട്ട് വേണം ചേട്ടാ, എൻ്റെ രോമാഞ്ചം സിനിമ ചേട്ടൻ്റെ സപ്പോർട്ട് ചേട്ടാ. അങ്ങനെ ആളിപ്പം ആവേശത്തിൽ അടിപൊളിയായിട്ട് വന്ന്. അപ്പം ഇപ്പോഴും പുള്ളിയുടെ എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. അതായത് അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്താ വെച്ചാല്, ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്താ വെച്ചാൽ ഇത് പറയാതിരിക്കാൻ വയ്യ. എന്താ വെച്ചാൽ എത്രയോ സിനിമകള് എൻ്റെ തുടക്കക്കാർ ഡയറക്ടേഴ്സ് അവരൊക്കെ ഞാൻ കുറെ സഹായിച്ചിട്ടുണ്ട്. അവരെ സിനിമ ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിച്ച ആളല്ല ഞാൻ, എന്നിട്ടും കോഴിക്കോടൊക്കെ പ്രൊമോഷൻ വരുമ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ, അവരുടെ നെക്സ്റ്റ് സിനിമ എനിക്കൊരു അവസരം കിട്ടണം. ഞാനത് ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ പോയി അവരെ കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പെട്രോളും ചിലവാക്കി ഞാൻ പോയിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിൽ. അവരൊക്കെ നല്ല എത്തിക്കഴിഞ്ഞ ശേഷം നമ്മളെ മൈൻഡ് ചെയ്യാത്ത കുറെ വിഷയങ്ങളുണ്ട്. നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് സീൻ ചെയ്യും മറുപടി വരില്ല. ആളെ പേരൊന്നും പറയില്ല. ആളെ പേര് പറയാത്ത കാരണം എന്താ വെച്ചാൽ നാളെ എനിക്ക് അവരോട് സഹകരിക്കേണ്ടി വരും. ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ അതൊരു എനിക്കതിൽ വിഷമമൊന്നുമില്ല. പക്ഷെ നമ്മൾ തിരിച്ച് ചെയ്തതിന് നമുക്ക് തിരിച്ചൊരു അംഗീകാരം തരിക,
ഞാൻ നല്ലൊരു സിനിമകൾ നല്ലൊരു ക്യാരക്ടർ അവരെ സിനിമകളിൽ അത് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. നല്ല നല്ല കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിവിൻ പോളി സിനിമയെ പറഞ്ഞല്ലോ, നെപ്പോട്ടിസം. അതായത് ഇവന്റെ ആളെ കയറി തരാം. അതേപോലെ നമ്മൾ ഒറ്റയ്ക്കാണ് മുന്നോട്ട് വരുന്നത്. ഒറ്റയ്ക്ക് മുന്നോട്ട് വരുന്ന ആളാണ്. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എനിക്ക് സിനിമയിൽ അവസരം കിട്ടണം, ഞാൻ തന്നെ മെനക്കെടണം, ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല. അങ്ങനെ കഥാപാത്രം കിട്ടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത് വിജയിക്കോ എന്ന് എനിക്കറിയാം. അവസരം കിട്ടുന്ന സിനിമയിൽ, പക്ഷെ ഞാൻ പറഞ്ഞ മെച്ചപ്പെട്ട കഥാപാത്രം, നായകനായിട്ടൊന്നും വേണ്ട, എന്നാലും അതിന്റെ താഴെ നിൽക്കുന്ന ഒന്നിന്റെ കഥാപാത്രം ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോ അമ്മയോ ആരും സിനിമാക്കാരല്ല. അപ്പം അങ്ങനെ കയറി വരുമ്പോൾ കുറച്ച് പരിമിതികളുണ്ട് നമുക്ക്. ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെയല്ല, നേരിട്ട് എൻട്രി ചെയ്യാം, പെർഫോമൻസ് ചെയ്താൽ മതി. നമ്മളങ്ങനെയല്ല, അവിടെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വരണം.